തമിഴ്നാട്ടിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് സ്റ്റാൻലി. അതിലുപരി അവനൊരു സൈക്കോ സീരിയൽ കില്ലറാണ്. പ്രായമായിട്ടും കല്യാണം നടക്കാത്തതും കല്യാണത്തിന് ശേഷം ഡിവോഴ്സ് ആയതും ഭർത്താവ് മരിച്ചതുമായ സ്ത്രീകളെ പ്രണയിച്ച് കല്യാണം കഴിക്കാമെന്ന് വാക്കുകൊടുത്ത് ശാരീരിക ബന്ധത്തിലാവുകയും അതിനുശേഷം ഗർഭിണിയാവാതിരിക്കാനുള്ള ഗുളികയാണെന്ന് പറഞ്ഞ് സൈനൈഡ് കലർത്തിയ ഗുളിക കൊടുത്ത് ആ സ്ത്രീകളെ അവൻ കൊന്നുകളയുകയും ചെയ്യും. എന്നിട്ട് ആ സ്ത്രീകളുടെ ഫോണും സിമ്മും ഒക്കെ ഉപയോഗിച്ച് അവൻ അടുത്ത ആളെ വളയ്ക്കും. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ബോർഡറിൽ താമസിക്കുന്നതുകൊണ്ട് സ്റ്റാൻലിക്ക് നന്നായി മലയാളം അറിയാം. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഒരുപാട് സ്ത്രീകൾ അവന്റെ കയ്യിൽ അകപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ കേസ് അന്വേഷിക്കാൻ കേരള പോലീസ് നിന്ന് ജയകൃഷ്ണനെ നിയമിക്കുന്നു. നത്ത് എന്നാണ് എല്ലാവരും അയാളെ വിളിക്കുന്നത്. അങ്ങനെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ സഹായത്തിനായി തമിഴ്നാട് പോലീസിൽ നിന്ന് ഒരാളെ വേണമെന്ന് പറയുന്നു. അങ്ങനെ സ്റ്റാൻലി തന്നെ അവരെ സഹായിക്കാനായി എത്തുന്നു. പോലീസിന്റെ നീക്കങ്ങളെല്ലാം അവൻ അറിയുന്നു. മരിച്ച സ്ത്രീകളുടെ അടുത്ത് നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ പോലീസ് യൂണിഫോമിൽ നെയിം പ്ലേറ്റ് ഒക്കെ കുത്താൻ ഉപയോഗിക്കുന്ന പിന്നും അവർ യൂസ് ചെയ്യുന്ന നോട്ട്ബുക്കിലെ പേജും ഒക്കെ കാണുന്നതോടെ ആൾ തമിഴ്നാട് പോലീസിൽ ഒരാളാണെന്ന് ജയകൃഷ്ണൻ മനസ്സിലാവുന്നു. അന്വേഷണം തന്നിലേക്ക് വരുമെന്ന് ഭയന്ന് അതിന്റെ വഴി തിരിച്ചുവിടാനായി തന്റെ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന തമിഴ്നാട് പോലീസിലെ ഒരു കോൺസ്റ്റബിളായ മണിയുടെ വീട്ടിൽ മരിച്ച ഒരു സ്ത്രീയുടെ ഫോൺ സ്റ്റാൻലി ഓണാക്കി വെക്കുന്നു. ഫോൺ ട്രേസ് ചെയ്ത് ജയകൃഷ്ണൻ അവിടെ എത്തുന്നുണ്ട്. എന്നാൽ മണിയെ സ്റ്റാൻലി തന്ത്രപൂർവ്വം വിളിച്ചു വരുത്തി കൊന്നിരുന്നു. മണി തന്നെയാണ് കില്ലറെന്ന് ജയകൃഷ്ണൻ വിശ്വസിക്കുന്നു. പോലീസിനെ പേടിച്ച് നാട് കടന്നു കാണുമെന്ന് അയാൾ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ സ്റ്റാൻലി ഒരു പെൺകുട്ടിയുമായി ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ട ശേഷം പ്രഗ്നന്റ് ആവാതിരിക്കാനുള്ള ഗുളികയാണെന്ന് പറഞ്ഞ് സൈനൈഡ് പുരട്ടിയ ഗുളിക കൊടുക്കുന്നു. എന്നാൽ പ്രഗ്നന്റ് ആയാലും കുഴപ്പമില്ലെന്ന് കരുതി അവൾ ആ ഗുളിക കഴിക്കുന്നില്ല. അവൾ മരിച്ചെന്ന് കരുതി സ്റ്റാൻലി അവിടുന്ന് പോകുന്നുണ്ട്. ജയകൃഷ്ണൻ അന്വേഷിച്ച് അവളുടെ അടുത്ത് എത്തുന്നു. എന്നാൽ മണിയുടെ ഫോട്ടോ കാണുമ്പോൾ ഇയാളല്ല തന്നെ സ്നേഹിച്ച് വഞ്ചിച്ചതെന്ന് അവൾ പറയുന്നുണ്ട്. ബസ്സിൽ വെച്ചാണ് അവർ പരിചയപ്പെട്ടതെന്നും അവൾ പറയുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞവൾക്ക് അവരെ സഹായിക്കാനാവില്ല. ഇനി അവളെ കാണാൻ വരരുത്, അവളുടെ ഭർത്താവിനതൊന്നും ഇഷ്ടമാവില്ലെന്ന് പറഞ്ഞ് അവൾ അവരെ പറഞ്ഞയക്കുന്നു. എന്നാൽ ജയകൃഷ്ണൻ ആവട്ടെ ഇവൾ പോയിക്കൊണ്ടിരുന്ന ബസ്സിലെ കണ്ടക്ടറിനോട് ചോദിച്ച് ഇവളുടെ കൂടെ വന്ന ആളുടെ ചിത്രം വരയ്ക്കുന്നു. അത് സ്റ്റാൻലിയുടെ ചിത്രമായിരുന്നു. ആ ചിത്രം അവളെ കാണിച്ച് അവൻ ഉറപ്പുവരുത്തുന്നു. കില്ലർ സ്റ്റാൻലി ആണെന്ന് മനസ്സിലാക്കുന്ന ജയകൃഷ്ണനാകട്ടെ ഹോട്ടലിൽ അടുത്ത സ്ത്രീയുമായി വന്നിരിക്കുന്ന സ്റ്റാൻലിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അതിനുശേഷം അവനെ നിയമത്തിന് വിട്ടുകൊടുക്കാതെ കൊന്നു കുഴിച്ചുമൂടുന്നു.